അങ്ങനെ നമ്മൾ ഇന്നലെ എക്സിബിഷന് കയറാൻ പറ്റാത്ത വിഷമം നമ്മൾ ഇന്ന് മാറ്റാന്ന് വിചാരിച്ചു. എക്സിബിഷൻ അവിടെ നിന്നപ്പോൾ ഒടുക്കത്തെ തിരക്കായിരുന്നു. അങ്ങനെ നമ്മുടെ ബ്രോ വരുന്നൊരു ടിക്കറ്റ് ഒക്കെ മേടിച്ചു. ടിക്കറ്റ് 50 രൂപയാണ്. അങ്ങനെ ഇതാണ് എക്സിബിഷൻ എൻട്രൻസ്. അങ്ങനെ നമ്മൾ കാറിൽ വെക്കാൻ വേണ്ടി ഒരു ചെറിയ മിനിയേച്ചർ കാർ നോക്കി, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ചെറിയൊരു ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് നടത്താൻ കണ്ടിന്യൂ ചെയ്തു. പിന്നെ നമ്മൾ ബോട്ടിൽ വെച്ച് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃഷ്ണന്റെ ഒരു 5D പിക്ചറും മേടിച്ചു. പിന്നെ ആന്റില എന്ന് പറഞ്ഞ ഒരു അക്വേറിയത്തിന്റെ ടിക്കറ്റും മേടിച്ചു. ടിക്കറ്റിന് 100 രൂപയായിരുന്നു ഒരാൾക്ക്. എൻട്രൻസിൽ തന്നെ കുറച്ച് ഫിഷ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറി. ഉള്ളിൽ അക്വേറിയത്തിൽ കുറെ ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ മെയിൻ സംഭവമായിട്ടുള്ള ഫിഷിന്റെ ടാങ്കുള്ള കേവ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന്റെ അടിയിൽ കൂടി നടന്നു. അത് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുറെ വില കൂടിയ നല്ല മത്സ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഈ ഒരു ചെറിയ ചെറിയ മീനായിരുന്നു എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മളൊരു കോളിഫ്ലവർ ബജ്ജി ഓർഡർ ചെയ്തിട്ട് അങ്ങനെ അത് കഴിച്ചിട്ട് പതുക്കെ യാത്ര വീണ്ടും തുടർന്നു. പിന്നെ ഒരു വിന്റേജ് കളക്ഷനുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഓൾഡ് കോയിൻസും കൂടി നോക്കിയായിരുന്നു. അത് ഞാൻ കുറച്ച് കോയിൻസും മേടിച്ചു. അതിന് ഏകദേശം 400 റുപ്പീസ്. പിന്നെ ഡാഡിക്ക് ഒരു ബൈക്ക് നോക്കാൻ വേണ്ടിയിട്ട് ബിഗ് വിങ്ങിന്റെ എക്സ്പോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കയറി. നമ്മൾ കുറച്ച് റൈഡിൽ കാണാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കറങ്ങുന്ന സംഭവത്തേക്കാണ് കയറിയത്. ടിക്കറ്റിന് ഏകദേശം ഒരാൾക്ക് 100 രൂപ. അങ്ങനെ ഞാനും ബ്രോയും സിസും കൂടിയിട്ട് വണ്ടിയിൽ കയറിയിരുന്നു. ഇതും വളരെ നല്ലൊരു റൈഡ് തന്നെയായിരുന്നു. ആ ഒരു സിംഗൊക്കെ വരുമ്പോൾ നല്ലൊരു ഫീൽ തന്നെ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി അടുത്ത ഏത് റൈഡ് പോകുന്ന ആയിരിക്കുമ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത്. ഒന്നും നോക്കിയില്ല, നേരെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് 120 രൂപയായി. മറ്റേ റൈഡിനേക്കാളും പേടിപ്പെടുത്തുന്ന റൈഡായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും ഒരു വണ്ടി നോക്കാൻ വേണ്ടി നമ്മുടെ എൻഫീൽഡിലേക്കും കയറി. അടുത്ത ഈ ഒരു സംഭവമാണ്. ഇതൊരു 360 പ്രൊജക്റ്റഡ് തിയേറ്റർ ആയിരുന്നു. ഒന്നും നോക്കിയില്ല, വീണ്ടും ടിക്കറ്റ് എടുത്തു 100 രൂപ. ഉള്ളിൽ കയറുമ്പോൾ നമുക്കൊരു 6 പ്രൊജക്റ്റ് മുകളിൽ കാണാൻ പറ്റും. അത് വെച്ചിട്ടാണ് പ്രൊജക്ട് ചെയ്യണത്. അവിടെ നമുക്ക് നല്ലൊരു ഓഗ്മെന്റഡ് റിയാലിറ്റി ഫീൽ ചെയ്യാൻ പറ്റി. അങ്ങനെ അടുത്ത് നമ്മൾ പോലീസുകാരൊരു ബോക്സിംഗ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും നീതി കുറച്ച് ഗ്ലൗ ഒക്കെ ഇട്ട് ബോക്സ് ചെയ്ത് നോക്കി. അതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു പണി കിട്ടി. നമ്മളൊരു വണ്ടി തട്ടിയിട്ട് വണ്ടിയുടെ മാസ്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിലെ പട്ടാളത്തിലേക്ക് മേടിക്കാൻ വന്നു. അങ്ങനെ നമുക്ക് സാധനം കിട്ടി, നമുക്കത് കൊടുത്തിട്ട് വരാം. ഈ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞ ശേഷം നമ്മൾ തിരിക്കാനുള്ള പ്ലാനായി. പിന്നെ നമ്മൾ നേരത്തെ മേടിച്ച 1 പൈസ പോയി നമ്മുടെ ബ്രേസ്ലെറ്റിമേ കിട്ടും. പിന്നെ തൃശ്ശൂരിൽ നിന്ന് നല്ലൊരു ബിരിയാണിയും കൂടി കഴിച്ചിട്ട് നമ്മൾ പതുക്കെ തിരിക്കാനുള്ള പരിപാടി. പിന്നെ നമ്മൾ തൃശ്ശൂർ വന്നതിന് ശേഷം എക്സ്പൾസ് എടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അതുകൊണ്ടൊന്ന് നൈറ്റ് റൈഡ് ഇറങ്ങിയിട്ട് വീഡിയോ അങ്ങനെ എൻഡ് ചെയ്തു.